നമസ്കാരം. പൗരത്വ നിയമ ഭേദഗതിക്ക് ഇടക്കാല സ്റ്റേ ഇല്ല എന്ന് സുപ്രീംകോടതി തീരുമാനിക്കുന്നു. എന്നാൽ കേന്ദ്രത്തിന് മറുപടി നൽകാൻ കൂടുതൽ സമയം അനുവദിക്കുന്നു. 4 ആഴ്ച സമയം കേന്ദ്രം ആവശ്യപ്പെട്ടു, പക്ഷേ 3 ആഴ്ച അനുവദിക്കുന്നു കോടതി. ഇതിൽ കൂടുതൽ വിശദീകരണത്തിന്റെ തൽക്കാലം അതിൽ ഒരു ആശങ്കയുടെ ആവശ്യമില്ല എന്ന നിലപാട് കോടതി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടക്കാല സ്റ്റേ വേണം, ഇത് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന ഹർജിക്കാരുടെ ആവശ്യത്തിന് തൽക്കാലത്തിൽ ആ രീതിയിലുള്ള പരിഗണന കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുകയാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള വാർത്തകളുണ്ട്. പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപമായിരിക്കുന്നു കോൺഗ്രസിന്റേത്. അത് ഗെയിം ചേഞ്ചർ ആകും, 5 ഉറപ്പുകൾ പ്രധാനമായും എന്നതാണ് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതിന് മറുപടിയും ഇന്ന് കെ സി വേണുഗോപാൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉത്തരേന്ത്യയിൽ എവിടെ നിന്ന് മത്സരിക്കും എന്നൊക്കെയുള്ളതിൽ തീരുമാനമാകാനിരിക്കുന്നു. ആ തീരുമാനം ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നരേന്ദ്രമോദി കേരളത്തിലേക്ക് വീണ്ടും എത്തി. അതിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം അതിൽ മറുപടിയും വരുന്നുണ്ട് BJPയുടെ ഭാഗത്ത് നിന്ന്. ആ തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള വാർത്തകളും ഒക്കെയായി വളരെ സജീവമായൊരു വാർത്താ ദിനം കടന്നു പോവുകയാണ് ഇന്ന് സംഭവിച്ചത്. ആരംഭിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിലായി. മലപ്പുറം സ്വദേശി ഷെഫീഖാണ് പിടിയിലായത്. കഴിഞ്ഞ വർഷമാണ് RSS നേതാവായിരുന്ന ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത്. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, PFI നേതാവ് എവിടെ വെച്ച് പിടികൂടി എന്നുള്ളതാണ് ഇപ്പോൾ NIA അറിയിച്ചിട്ടുള്ളത്. കൂടുതലായി എന്തൊക്കെ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് NIA? പാലക്കാട്ടെ RSS പ്രവർത്തകനായിരുന്ന ശ്രീനിവാസന്റെ വധവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം 70 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ ഒളിവിൽ പോയിരുന്ന ഒരു പ്രതി കൂടി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. അതായത് മലപ്പുറം സ്വദേശി ഷെഫീഖാണ് പിടിയിലായത്. ഇയാളെ കൊല്ലത്ത് നിന്നും ഒളിവിൽ കഴിയുമ്പോൾ പിടികൂടി എന്നാണ് NIA വ്യക്തമാക്കുന്നത്. പിടിയിലായ ഷെഫീഖ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡ് മേധാവിയായിരുന്നു എന്നുള്ളതാണ് NIA ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കേസിലെ 1-ാം പ്രതിക്ക് ഈ കൊട്ടേഷൻ നൽകിയത്, ശ്രീനിവാസനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയതും ആയുധ പരിശീലനം നൽകിയതും പിടിയിലായ ഷെഫീഖാണെന്ന് NIA വ്യക്തമാക്കുന്നുണ്ട്. ഇതിനോടകം 70 പ്രതികൾ പിടിയിലായി. ഷെഫീഖ് കൂടിയാകുമ്പോൾ 71 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. നേരത്തെ NIA ഈ കേസിലെ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേസ് അന്വേഷണം ഏറ്റെടുത്തിരുന്നു. കൊച്ചി NIA യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. അടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഇയാളെ കൊണ്ടുവരുന്നതും മറ്റ് കാര്യങ്ങളും, ആ നടപടികൾ എങ്ങനെയാകും ശ്രീകാന്ത്? സ്വാഭാവികമായും കൊച്ചിയിലെ NIA കോടതിയിൽ ഇയാളെ ഹാജരാക്കും. റിമാൻഡിൽ അയക്കാൻ തന്നെയാണ് ആദ്യഘട്ടത്തിൽ സാധ്യത. പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലുണ്ടാകും. ഈ കേസ് വളരെ വേഗം അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. കുറ്റപത്രം വൈകാതെ സമർപ്പിക്കുമെന്നും മനസ്സിലാക്കുന്നു. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലാണ് പ്രതി പിടിയിലായിരിക്കുന്നത്. മലപ്പുറം സ്വദേശി ഷെഫീഖിനെ NIA പിടികൂടിയിരിക്കുന്നു. PFI പ്രവർത്തകൻ കൂടിയാണ് ഷെഫീഖ്. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പൗരത്വ ഭേദഗതി തൽക്കാലം സ്റ്റേ ചെയ്യുന്നില്ലെന്ന് സുപ്രീംകോടതി. നിയമത്തിനെതിരായ ഹർജികളിൽ മറുപടി നൽകാൻ കേന്ദ്രത്തിന് 3 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഹർജികൾ അടുത്ത മാസം 9-ന് വീണ്ടും പരിഗണിക്കും. 4 വർഷം മുൻപ് പാസാക്കിയ നിയമത്തിന്റെ ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിജ്ഞാപനം ചെയ്തത് സദുദ്ദേശത്തോടെ അല്ലെന്ന് മുസ്ലിം ലീഗ് വാദിച്ചു. ഇന്നിപ്പോൾ കോടതിയിൽ കേസ് വന്നപ്പോൾ സ്റ്റേ തന്നെ ആവശ്യപ്പെടും. അതായത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണത് തടയണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ലീഗ് കോടതിയുടെ മുമ്പിൽ വെച്ചത്. അപ്പോൾ അതിനകത്ത് കേന്ദ്ര സർക്കാർ പറഞ്ഞു അവർക്ക് ഇതിനകത്ത് മറുപടി ഫയൽ ചെയ്യണം. അതായത് ലീഗ് ഫയൽ ചെയ്ത സ്റ്റേ ആപ്ലിക്കേഷന് ഒരു മറുപടി ഫയൽ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ മുന്നിൽ ഉന്നയിച്ചത്. ആ സമയം ഇന്ന് കൊടുത്തു. അവർ 4 ആഴ്ച ചോദിച്ചെങ്കിലും 3 ആഴ്ച സമയമാണ് ചോദിച്ചത്, കോടതി കൊടുത്തത്. അപ്പൊ ഈ 3 ആഴ്ചക്കകം ആർക്കും പൗരത്വം കൊടുക്കരുത് എന്നുള്ള മറ്റൊരു വാദമാണ് കോടതിയിൽ ലീഗ് ഉന്നയിച്ചത്. അതിന് മറുപടിയായിട്ട് കോടതി തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂൾസ് അനുസരിച്ചിട്ട് പല ടയറിലുള്ള കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട്. എംപവേർഡ് കമ്മിറ്റി, ഡിസ്ട്രിക്ട് കമ്മിറ്റി, അങ്ങനെ പല ടയറിലുള്ള കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട്. ആ കമ്മിറ്റികളൊന്നും നിലവിൽ വന്നിട്ടില്ല. അതിനെല്ലാം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഈ 3 ആഴ്ചക്കകം ആർക്കും പൗരത്വം കൊടുക്കേണ്ട ഒരു കാര്യം ഉദിച്ചു വരുന്നില്ല എന്നുള്ള കാരണമാണ് കോടതി തന്നെ പറഞ്ഞത്. രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. RK, ഇപ്പോൾ ഹാരിസ് ബീരാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ, 3 മാസത്തോളമൊക്കെ നിൽക്കും ഈ പ്രക്രിയ പൂർത്തിയാകാൻ എന്നുള്ളതാണ്, വേണ്ടിവരും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ കാലയളവിൽ ഒരു ഇടക്കാല സ്റ്റേ നൽകിയില്ലെങ്കിലും അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നതിനാലാണ് ഒരു ഇടക്കാല സ്റ്റേയുടെ ആവശ്യമില്ല എന്നതിലേക്ക് കോടതി നീങ്ങിയത്. ഇതിൽ എന്താണ് ഹർജിക്കാരുടെ നിലപാട്?
അനുജ, സുപ്രീം കോടതി സാധാരണ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേ ആവശ്യം ഉന്നയിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് ഈ സ്റ്റേ അനുവദിക്കുന്നത്. ഒന്ന് ആഡ് ഇൻട്രീം സ്റ്റേ എന്ന വിധത്തിലും, മറ്റൊന്ന് നോട്ടീസ് അയച്ചതിന് ശേഷം എതിർഭാഗത്തെ കൂടി കേട്ട അവരുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേ തീരുമാനിക്കുക എന്നുള്ളതും. ഇന്ന് ആഡ് ഇൻട്രീം സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് ഈ കക്ഷികൾ ആവശ്യപ്പെട്ടത്. നോട്ടീസ് അയക്കാതെയുള്ള സ്റ്റേ ഈ ചട്ടങ്ങളിൽ വേണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ സുപ്രീം കോടതി അതിനൊപ്പം നിന്നില്ല. കാരണം അതിന് ഉള്ള അടിസ്ഥാന കാരണമായിട്ട് കോടതി ചൂണ്ടിക്കാട്ടിയത് ഈ പ്രസിദ്ധീകരിച്ച ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മൂന്ന് അധികാര സ്ഥാനങ്ങൾ, 3 വിഭാഗങ്ങളിലുള്ള ക്രമങ്ങളിലുള്ള അധികാര സ്ഥാനങ്ങൾ നിലവിൽ വരേണ്ടതുണ്ട്. അവർ പരിശോധിച്ച് പിന്നീട് പൗരത്വം നൽകിയാൽ മാത്രമേ, അല്ലെങ്കിൽ നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരികയുള്ളൂ. അങ്ങനെ ഈ അധികാര സ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. പ്രത്യേകിച്ച് ഇനി തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിൽക്കുന്നത് കൊണ്ട് അത് അടുത്ത് ഉദ്യോഗസ്ഥരൊക്കെ തെരഞ്ഞെടുപ്പ് ജോലികളിലൊക്കെ ആയതുകൊണ്ട് തന്നെ അത് അങ്ങനെ വേഗത്തിൽ സാധ്യവുമല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രസക്തിയില്ലാത്ത ആവശ്യമായി മാറുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സ്റ്റേ എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. അല്ലാതെ ഈ കേസിലെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ല. മറിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ അടിസ്ഥാന വശങ്ങൾ വിലയിരുത്തിയതിനു ശേഷമാണ് കോടതി അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് പ്രകാരം 3 ആഴ്ച സമയം, ആദ്യം 4 ആഴ്ചയാണ് കോടതി അനുവദിച്ചത്, പിന്നീട് 3 ആഴ്ചയായിട്ട് കുറച്ചു. 3 ആഴ്ച സമയത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ ഈ അപേക്ഷകളിൽ മറുപടി നൽകണം. ആ മറുപടികളുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് കേട്ട് ഈ ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമോ വേണ്ടയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി അടുത്ത 9-ാം തീയതി തീരുമാനിക്കും. കേന്ദ്ര സർക്കാർ വളരെ ശക്തമായിട്ടുള്ള വാദങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. അതിൽ അവർ പറഞ്ഞത് ഈ പൗരത്വ ഭേദഗതിയെ തെറ്റായി വ്യാഖ്യാനിക്കുക ആണ് ഈ കക്ഷികൾ ചെയ്തിരിക്കുന്നത്. പൗരത്വ ഭേദഗതി NRC അല്ല. 2014 മുൻപ് രാജ്യത്തേക്ക് എത്തിയ ചില മതവിഭാഗങ്ങളിൽ പെട്ട ആളുകൾക്ക്, അവർക്ക് വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകൾക്ക്, അവർക്ക് അനുകൂലമായിട്ട് പൗരത്വം നൽകുക, അവരുടെ അനുഭവിച്ചു വന്ന ബുദ്ധിമുട്ടുകൾക്ക്, പീഡനങ്ങൾക്ക് ഒക്കെ പരിഹാരമായിട്ട് പൗരത്വം നൽകുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ 2014 ശേഷം വന്നവർക്കോ മറ്റാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ആളിന് പൗരത്വം നൽകുന്നതിനെതിരായിട്ടോ അല്ല ഈ നിയമനിർമ്മാണം യാഥാർത്ഥ്യമായി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്ന അപേക്ഷകളിൽ ഒരടിസ്ഥാനവുമില്ലെന്നാണ് കോടതിയിൽ കേന്ദ്രം വാദിച്ചത്. എന്നാൽ ലീഗാണ് 1-ാം കക്ഷിയായിട്ട് ഉള്ളത്. ലീഗിന് വേണ്ടി ഹാജരായത് കപിൽ സിബൽ ആയിരുന്നു. കപിൽ സിബൽ ഈ വിഷയത്തിൽ അടിയന്തര സ്റ്റേ ആണ് വേണ്ടത്, ഈ നോട്ടീസ് അയക്കാതെ തന്നെ സ്റ്റേ വേണം എന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷേ കോടതി അത് കേട്ടില്ല. മറ്റു കക്ഷികളും അടിയന്തരമായിട്ട് തന്നെ സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാം മറുപടി കേട്ടതിന് ശേഷം പിന്നീട് തീരുമാനിക്കാം എന്നൊരു നിലപാടിലേക്ക് ചീഫ് ജസ്റ്റിസ്. ഇതിൽ അടിയന്തര സ്റ്റേ വേണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെടുമ്പോഴാണ് കോടതി അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാതിരുന്നത്. അതിൽ പിന്നീട് അവരുടെ നിലപാട് അവർ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ടോ? ഇത് അവർ തൃപ്തരാണോ, അല്ലെങ്കിൽ അതിൽ അവർക്ക് ഒരു കുഴപ്പമില്ല എന്ന തരത്തിലേക്ക് നിലപാട് അവർ സ്വീകരിക്കുന്നുണ്ടോ? കാരണം ഇത് ദീർഘനാൾ എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല എന്നത് അവർ അംഗീകരിക്കുന്നുണ്ടോ? അനുജ, അതിൽ ഈ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. ആ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിന് അനുബന്ധമായി ചട്ടങ്ങൾ വരുമ്പോൾ പല ഘട്ടങ്ങളിലും ഈ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും തമ്മിലുള്ള വിഷയത്തിൽ ഒരു സമരസപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം മാത്രമേ നമ്മുടെ കോടതികൾ സ്വീകരിക്കാറുള്ളൂ. അതുകൊണ്ട് മുൻവിധിയോടുകൂടി ഒരു ചട്ടത്തെ ആ കോടതിക്ക് സമീപിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് കോടതി വ്യക്തമാക്കിയത്. അങ്ങനെ ഈ ചട്ടം നിലവിലുള്ള സാഹചര്യത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കുന്നതാണോ എന്നതിനെക്കുറിച്ച് തങ്ങളൊരു അഭിപ്രായം പറയുന്നില്ല. അങ്ങനെ ഒരു വിഷയം തങ്ങൾ പരിശോധിച്ചിട്ടില്ല. മറിച്ച് ന്യായമായിട്ടുള്ള ഒരു സമയം ഈ വിഷയത്തിൽ നോട്ടീസ് നൽകിയതിന് ശേഷം 3 ആഴ്ച അതിനുള്ള ഒരു സാവകാശം കേന്ദ്ര സർക്കാരിന് നൽകുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മെറിറ്റിലേക്കും തങ്ങൾ കടന്നിട്ടില്ല, ഒരു മെറിറ്റും തങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഒരു വിഭാഗത്തിൻ്റെ കാര്യം സുപ്രീം കോടതി പ്രത്യേകം കേൾക്കാമെന്നും പറഞ്ഞു. അത് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ നിയമ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച്, അത് നമ്മുടെയൊക്കെ സ്ഥലങ്ങളിലുള്ള ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പോലെയോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള പരാതികളെ പോലെയോ അല്ല ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം. ആ വിഷയം പ്രത്യേകം പരിഗണിക്കാം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അനുജ ഇന്നത്തെ നടപടികൾ പൂർത്തിയായത്. ഒരു കാര്യം കൂടി ഇത് മുൻപ് ഇപ്പോൾ ലീഗൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുള്ളല്ലോ, മുൻപ് ഇത് നടപ്പാക്കില്ല എന്ന് കേന്ദ്രത്തിന്റെ ഉറപ്പുണ്ടായിരുന്നതാണ്.
പക്ഷെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി വിജ്ഞാപനം ചെയ്യുന്നു, നിയമ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നു എന്ന് പറയുന്നത് സതുദ്ദേശപരമല്ല എന്നവർ ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ. അവിടെ അവർ സംശയിക്കുന്നുണ്ട്. ആ ഒരു കാര്യം അവർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയില്ല. ഇന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരുന്നോ? അതിന് കോടതി പ്രത്യേകിച്ച് പ്രതികരണമൊന്നും നൽകിയിട്ടില്ല എന്നാണോ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അനുജ. കപിൽ സിബലാണ് മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചത്. കപിൽ സിബൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. കാരണം ഈ സർക്കാർ ഏതാണ്ട് 4 വർഷത്തിനും 4 മാസങ്ങൾക്കും മുമ്പ് യാഥാർത്ഥ്യമാക്കിയ നിയമമാണ്. ഇനി ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരും. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയാണ് സാധാരണഗതിയിൽ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്, പ്രത്യേകിച്ച് ഇത്ര വലിയ വിമർശനം ഉയർന്നു വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ. പക്ഷേ അതിന് കാത്തു നിൽക്കാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുന്നാലെ ഈ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അതിന് പിന്നിൽ നല്ലതല്ലാത്ത താല്പര്യം ആണ് ഉള്ളതെന്നാണ് കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് സ്റ്റേ അനുവദിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ കേന്ദ്രം, സോളിസിറ്റർ ജനറലാണ് കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് ഹാജരായത്. സോളിസിറ്റർ ജനറൽ ഈ വാദത്തെ ഖണ്ഡിച്ചു. സോളിസിറ്റർ ജനറൽ പറഞ്ഞത്, ഇപ്പോൾ ഈ നിയമത്തിൽ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞതിനർത്ഥം ഒരിക്കലും ഞങ്ങൾ ചട്ടങ്ങൾ ഉണ്ടാക്കില്ല എന്നതല്ല. നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് ചട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ചുമതലയാണ്. ആ ബാധ്യത നിറവേറ്റുകയാണ് സർക്കാർ ചെയ്യുന്നത്. നയപരമായിട്ടുള്ള വിഷയം, അതിന് ഭരണപരമായിട്ടുള്ള നടപടികൾ, ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള സർക്കാരിന്റെ അവകാശം അത് ഏതെങ്കിലും സമയത്ത് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ സർക്കാരിന് സാധിക്കില്ല. ഉചിതമായ സമയത്ത് ആ വിഷയങ്ങളിൽ ഉള്ള തീരുമാനം കൈക്കൊള്ളും എന്നാണ് അന്നും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരൊറ്റ കാര്യം കൂടി, ആർക്കെയിൽ ഈ പോർട്ടലൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് കേന്ദ്രം. അപ്പോൾ ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ അതിൽ നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കേന്ദ്രം നൽകുന്നുണ്ടോ? ഒരു ഉറപ്പും കേന്ദ്രം നൽകുന്നില്ല. മാത്രമല്ല കേന്ദ്രം പറയുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ നടപടികളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ബാധ്യതയും തങ്ങൾക്ക് മേൽ ഇല്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. ചട്ടങ്ങൾ തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പൗരത്വം കൊടുത്തു തുടങ്ങണമെങ്കിൽ സാവകാശവും വേണ്ടിവരും. അതൊരു 3 മാസത്തിലൊക്കെ എടുക്കും സാധാരണഗതിയിൽ, അങ്ങനെ എടുത്തേക്കാം എന്നാണ് സർക്കാർ പറഞ്ഞത്. പക്ഷേ അതിനർത്ഥം കൊടുക്കത്തില്ലെന്നോ കൊടുത്തുകൂടെന്നോ അല്ല, മറിച്ച് ഈ 4 വർഷവും വരെ കാത്തിരുന്നതിന് ശേഷം തൊട്ട് മുമ്പാകെ ഈ പൗരത്വ നടപടികൾ പൂർത്തിയാക്കിയ സർക്കാരാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് വോട്ടിങ്ങിന് മുമ്പ് തന്നെ ഈ നടപടികൾ പൂർത്തീകരിക്കുമോ എന്നൊക്കെയുള്ള സംശയം ചില അഭിഭാഷകരൊക്കെ ഉന്നയിച്ചു. പക്ഷേ അതൊക്കെ ഏറെ കൗതുകം എന്ന രീതിയിൽ മാത്രം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി സോളിസിറ്റർ ജനറൽ ആ വിഷയത്തെ സമീപിക്കുകയാണ് ചെയ്തത്. അവരുടെ കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ബാധ്യതയും നിലവിലുള്ള നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ബാധ്യതയും തങ്ങൾക്ക് മേലില്ല. ഈ നിയമനിർമ്മാണം, അതിന് അനുബന്ധ നടപടികൾ, ഇവയൊക്കെ ആയിട്ട് തങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ. അതെ, എന്നാൽ പൗരത്വം നൽകിയാൽ കോടതിയിലേക്ക് എത്താം എന്നൊരു കാര്യം കൂടി ഇതിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഏതായാലും 3 ആഴ്ചത്തെ സമയം കേന്ദ്രത്തിന് CAA വിഷയത്തിൽ മറുപടി നൽകാനായി സുപ്രീം കോടതി അനുവദിച്ചു. ഇടക്കാല സ്റ്റേ വേണ്ടതില്ല എന്നുള്ളതാണ് കോടതിയുടെ തീരുമാനം. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ. Co-sponsored by Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അന്തിമ അനുമതിക്കായി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പരിഗണനയ്ക്ക് വിട്ട് പ്രവർത്തക സമിതി. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച 5 ഉറപ്പുകൾ തെരഞ്ഞെടുപ്പിലെ ഗെയിം ചേഞ്ചറാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. നരേന്ദ്രമോദിയേക്കാൾ മുൻപ് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധിയാണെന്നും കർണാടകയിൽ അവ നടപ്പിലാക്കിയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. Is going to be the game changer of this election. Party decided to take this message to the people of this country. On one side, government totally ignoring the youth of this country, farmers of this country, women of this country, and workers of this country. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇതിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ അംഗീകാരത്തിനായി വിട്ടിരിക്കുന്നു. എപ്പോഴാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എന്തൊക്കെ എന്നത് ജനങ്ങൾക്കറിയാൻ കഴിയുക? 5 ഉറപ്പുകൾ, അത് ഗെയിം ചേഞ്ചർ ആകുമെന്ന് പറയുന്നത് അതെന്തൊക്കെയാണെന്നതിൻ്റെ സൂചനകളുണ്ടോ? എന്താണ് കൂടുതലായ വിവരങ്ങൾ?
അനുജ, പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനം ഒന്ന് കർഷക ന്യായം, യുവന്യായം, അതോടൊപ്പം മഹിളാ ന്യായം, പങ്കാളിത്ത ന്യായം, കൂടാതെ തൊഴിൽ ന്യായം എന്നീ 5 ഉറപ്പുകളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവയെല്ലാം തന്നെ ഇന്നത്തെ പ്രകടന പത്രികയിൽ ഇന്നത്തെ പ്രവർത്തക സമിതി വിശദമായി തന്നെ ചർച്ച ചെയ്തു. എന്തായാലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ ഇത് അംഗീകരിക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ കോൺഗ്രസ് ഇത് ഈ പ്രകടന പത്രിക പുറത്തിറക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും കർഷകരുടെ സമരത്തിൻ്റെ എല്ലാം തന്നെ പശ്ചാത്തലത്തിൽ ഈ കാർഷിക താങ്ങുവിലയ്ക്ക് നിയമപരമായി ഉറപ്പ്, അതോടൊപ്പം ജാതി സെൻസസ് തുടങ്ങിയ കാര്യങ്ങളും ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയതായി മനസ്സിലാക്കുന്നു. അത്തരത്തിൽ വിശദമായ ഒരു പ്രകടന പത്രിക തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും 2024 ഒരു ഗെയിം ചേഞ്ചർ ആകാൻ സാധ്യതയുള്ള ഒരു പ്രകടന പത്രിക തന്നെയാണ് ഇപ്പോൾ പുറത്തിറക്കിയ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഇപ്പോൾ KC വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി അത് BJP രാജ്യത്താകമാനം അതൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതേസമയം തന്നെ മോദിയേക്കാൾ മുൻപ് കർണാടകയിൽ രാഹുൽ ഗാന്ധി ചില ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ ഗ്യാരണ്ടി നടപ്പാക്കിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കർണാടക മോഡൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് പ്രധാനമായും എന്തൊക്കെ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചോ അവ നടപ്പാക്കിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ചയ്ക്ക് കൊണ്ടുവന്നുകൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഗ്യാരണ്ടികൾ വെച്ചുകൊണ്ട് ഒരു ഗെയിം ചേഞ്ചറാകാൻ പാകത്തിലുള്ള പ്രചരണമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പ്രവർത്തക സമിതിയിലെ തീരുമാനം. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പ്രകടന പത്രിക പുറത്തിറക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു വൈകാതെ തന്നെ പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിതിൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ്. അതിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എവിടെ മത്സരിക്കും, ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ, പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്തുണ്ടാകുമോ എന്നതിലൊക്കെയുള്ള ഉത്തരം അതിനായി കാത്തിരിക്കുന്നുണ്ട്. അത് എപ്പോഴുണ്ടാകും? ഇന്ന് ഉണ്ടാകുമോ പ്രഖ്യാപനം? അനുജ, പ്രഖ്യാപനം ഇന്നുണ്ടാകാൻ ഇടയില്ല. നാളെ മാത്രമേ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇന്നിപ്പോൾ പ്രവർത്തക സമിതിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനിരിക്കുകയാണ്. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി സമിതിയിൽ ചർച്ചകൾ ഉണ്ടാകും. കൂടാതെ മഹാരാഷ്ട്ര ചർച്ചയ്ക്ക് വരും, തെലങ്കാനയും വരും. അതോടൊപ്പം ദക്ഷിണേന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിലെ സീറ്റുകളും ചർച്ചയ്ക്ക് വരുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നേരത്തെ അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞത് പ്രിയങ്ക ഗാന്ധി ഇത്തവണ മത്സരിക്കാൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം രാഹുൽ ഗാന്ധി വയനാട് കൂടാതെ അമേഠിയിലും മത്സര രംഗത്ത് ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോഴും ഒരു ആകാംക്ഷ നിലനിൽക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് ഇതിനെ തന്നെ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് പ്രിയങ്ക ഗാന്ധിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും മത്സരത്തുണ്ടാകണമെന്നാണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. എന്തായാലും ഇരു നേതാക്കളും അത് ആ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ PCCകളുടെ ആവശ്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു പക്ഷേ അമേഠിയിലും മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട് കൂടാതെ അമേഠിയിലും രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ റായ്ബറയിൽ പ്രിയങ്ക ഗാന്ധിയും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു ചില സൂചനകൾ തന്നെയാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. നേരത്തെ നമുക്കറിയാം സോണിയാഗാന്ധിയുടെ മണ്ഡലമാണ് റായ്ബറേലി. അതിനുശേഷം രാജ്യസഭയിലേക്ക് സോണിയാഗാന്ധി പോയ ശേഷം ആ മണ്ഡലം പ്രിയങ്കയിലൂടെ നിലനിർത്താനുള്ള ചർച്ചകൾ തന്നെയാണ് അന്ന് ആരംഭിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയെ വരും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം തന്നെ പ്രവർത്തകരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത്. ശരി, വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ, അതിന്റെ വിശദാംശങ്ങളാണ് നിതിൻ അംബുജൻ നൽകിയത്. നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിലേക്ക് എത്തി. ദക്ഷിണേന്ത്യയിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ BJPക്കായി നരേന്ദ്രമോദി തന്നെയാണ് നേരിട്ടിറങ്ങിയിട്ടുള്ളത്. 3 മാസത്തിനിടെ 5ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. BJP വലിയ പ്രതീക്ഷയർപ്പിക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വൻ ജനക്കൂട്ടമാണ് ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ സന്ദർശനം വോട്ടാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. എന്നാൽ നരേന്ദ്രമോദിയുടെ സന്ദർശനം കേരളത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കില്ല എന്നാണ് LDF UDF നേതാക്കളുടെ പ്രതികരണത്തിലേക്ക്. എല്ലാ വിഭാഗം ജനങ്ങളും മോദിയെ വരവേൽക്കുന്നു എന്നുള്ളത് മാറ്റത്തിന്റെ സൂചനയാണ്. കേരളം ഇത്തവണ മാറുക തന്നെ ചെയ്യും. ഈ മണ്ഡലവും ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. വീണ്ടും അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ കൂടി അദ്ദേഹത്തിന്റെ പരിപാടികൾ വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പാർട്ടി കേന്ദ്ര നേതൃത്വം അതിൽ ഉചിതമായ തീരുമാനമെടുക്കുക തന്നെ ചെയ്യും. ഇതുകൊണ്ട് BJPക്ക് എന്തെങ്കിലും വോട്ടെന്തെങ്കിലും കിട്ടാൻ പോകുന്നു? അതിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2,18,000 വോട്ട് കിട്ടി. ആ വോട്ട് എന്തായാലും BJPക്ക് ഇപ്രാവശ്യം ഇവിടെ കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രി വന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ BJP ജയിച്ചു പോകുമെന്ന ഒരു ധാരണയും ആർക്കും വേണ്ട. മോഡി എത്ര തവണ കേരളത്തിൽ വരുന്നു അത്രയും UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം മോഡി കൂടുതൽ തവണ കേരളത്തിൽ വരണമെന്ന് തന്നെയാണ്. നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങളുമായുള്ളത്. നിഖിൽ, 3 മാസത്തിനിടെ 5 തവണയാണ് പ്രധാനമന്ത്രി എത്തിയിട്ടുള്ളത്. ഇനിയും അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമെന്നതിന്റെ സൂചനകളൊക്കെ ഉണ്ട് താനും. റോഡ് ഷോയിൽ അദ്ദേഹം അവസാനിപ്പിച്ചു. ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാനോ എന്തെങ്കിലും സംസാരിക്കാനോ അദ്ദേഹം നിന്നില്ല എന്നുള്ളതാണ്. വലിയ ആവേശമാണോ പ്രവർത്തകർക്ക് ഇന്ന് മോദിയുടെ സന്ദർശനത്തിലൂടെ ഉണ്ടായത്?
തീർച്ചയായിട്ടും അനുജ, ഇത് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഒരു പരിപാടിയാണ് പാലക്കാട്ടേത്. 15-നായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷേ കോയമ്പത്തൂരിൽ തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു പരിപാടി കൂടി നേരത്തെ ക്രമീകരിച്ചതുണ്ടായിരുന്നതിനാൽ പാലക്കാട്ടെ പരിപാടി അതിന് തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് പ്രവർത്തകർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരുന്നു. ഏതാണ്ട് 50,000-ഓളം ആളുകളെയാണ് BJP നേതാക്കൾ പ്രതീക്ഷിച്ചിരുന്നത്. കനത്ത സുരക്ഷയായിരുന്നു. ഇന്നലെ കോയമ്പത്തൂരിൽ കണ്ടതിനേക്കാൾ നേരെ ഇരട്ടി സുരക്ഷയാണ് പാലക്കാട് ഉണ്ടായിരുന്നത്. SPG തന്നെയാണ് രണ്ടിടത്തും സുരക്ഷ ഒരുക്കുന്നതെങ്കിലും പാലക്കാട് അത് വളരെ കൂടുതലായിരുന്നു. എന്നിരിക്കെ പോലും ബാരിക്കേഡുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി ഒരു നോക്ക് കാണാൻ ഒരുപാടധികം BJP പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഏതാണ്ട് 10:45 ആരംഭിച്ച റോഡ് ഷോ 20 മിനിറ്റ് മാത്രമാണ് നീണ്ടു നിന്നത്. വളരെ സന്തോഷവാനായിരുന്നു പ്രധാനമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ റോഡ് ഷോ പോകുന്ന തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ഒപ്പം പൊന്നാനി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത, മലപ്പുറം സ്ഥാനാർത്ഥി അതിലുണ്ടായിരുന്നില്ല, അതൊരു വിവാദമായി മാറുകയും ചെയ്തു. ഒപ്പം പാലക്കാട് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, അവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ റോഡ് ഷോ കടന്നു വന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഇരുഭാഗങ്ങളിലും ഒരുപാടധികം ആളുകൾ രാവിലെ മുതൽ തന്നെ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്തും പ്രധാനമന്ത്രി തിരിച്ച് കൈകൂപ്പി കാണിച്ചുമൊക്കെയാണ് കടന്നുപോയത്. ആളുകൾ പുഷ്പവൃഷ്ടി നടത്തി അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ റോഡ് ഷോ കടന്നുപോയത്. റോഡ് ഷോ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം സേലത്തേക്ക് മടങ്ങുകയും ചെയ്തു. റോഡ് ഷോയ്ക്ക് ശേഷം K. സുരേന്ദ്രൻ അടക്കം പ്രതികരിച്ചത് വലിയ ഇമ്പാക്ട് ഇത് പാലക്കാട് ഉണ്ടാക്കുമെന്നുള്ളതാണ്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ഇത്രയും ആളുകളെ കാണുമ്പോൾ പാലക്കാട് വിജയിക്കുമെന്ന് തോന്നുന്നു എന്നുള്ളതാണ്. അതാണ് സ്ഥാനാർത്ഥികളോടും അദ്ദേഹം പങ്കുവച്ചൊരു കാര്യം. അത് മാത്രമല്ല, ഇതിന്മേൽ ചില രാഷ്ട്രീയ വിവാദങ്ങളും ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ ആ സൗണ്ട് ബൈറ്റിൽ കണ്ടതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അടക്കം പറയുന്നത് എപ്പോഴും കൂടുതൽ തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഗുണം UDF-ന് ലഭിക്കും, അതുകൊണ്ട് തന്നെ കൂടുതൽ തവണ അദ്ദേഹം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം AK ബാലൻ പറയുന്നത് ഒരു മാറ്റവും പ്രധാനമന്ത്രി നിരന്തരം കേരളത്തിൽ വന്നു പോയാലും അത് ഒരു തരത്തിലുള്ള മാറ്റവും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കാര്യം തന്നെയായിരുന്നു ഇന്നലെ VK ശ്രീകണ്ഠനും UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും LDF സ്ഥാനാർത്ഥി A. വിജയരാഘവനും പറഞ്ഞു വെച്ചത്. നരേന്ദ്രമോദിയുടെ പാലക്കാട്ടെ റോഡ് ഷോയുടെ വിവരങ്ങളാണ് നിഖിൽ പ്രമേഷ് നൽകിയത്. അതിനിടെ നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു വിവാദവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. പ്രധാനമന്ത്രിക്കൊപ്പം വാഹനത്തിൽ കയറാൻ കഴിയാതെ മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ M. അബ്ദുൽ സലാം മടങ്ങിപ്പോയി എന്നുള്ളതാണ്. SPG ലിസ്റ്റിൽ പേരില്ലാത്തതിനാലാണ് സ്ഥാനാർത്ഥിക്ക് റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കഴിയാതെ മടങ്ങിയ ഡോക്ടർ M. അബ്ദുൽ സലാമിനെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഫോണിൽ വിളിച്ചു. പരാതിയില്ലെന്നും വിവാദം അനാവശ്യമാണെന്നും അബ്ദുൽ സലാം 24-നോട് പറഞ്ഞു. ഞാൻ പോയത് മോഡിജി അടുത്ത് വരുന്നുണ്ട്, മോഡിജിയെ കാണണം, ഗ്രീറ്റ് ചെയ്യണം, പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം, പറ്റുമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിവിടെ കൊണ്ടുവരാൻ ശ്രമം നടത്തണം, അത്ര മാത്രമേ ഉള്ളായിരുന്നു. അത് ഭംഗിയായിട്ടാണ്. എനിക്ക് നല്ല പ്രൈം മിനിസ്റ്റർ കുട്ടിലൊക്കെ കിട്ടി, അത്ര ആൾ ക്രിയേറ്റീവ് സ്റ്റോറീസ്. പ്രൈം മിനിസ്റ്റർ വണ്ടി കയറണമെന്ന് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഏത് BJP-കാരനാണ് ഉള്ളത്? വിവാദം ആൾക്കാരുണ്ടാക്കുന്ന വിവാദത്തിന് എന്ത് പ്രതികരിക്കുക? നിങ്ങളെ വിവാദം ഉണ്ടാക്കി യു വിൽ ഡൈ വിത്ത് വിവാദം. ഐ വിൽ ലാഫ് വിത്ത് വിവാദം. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായി. ഷഹദ്, ഇതിൽ തനിക്ക് പരാതിയില്ല എന്നൊക്കെ സ്ഥാനാർത്ഥി പറയുമ്പോൾ പോലും എന്തുകൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ പേര് ലിസ്റ്റിൽ വന്നില്ല എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം? തീർച്ചയായും അനുജ, അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ അല്പം മുമ്പ് നിഖില പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗത്തു നിന്ന് തുടങ്ങുകയാണ്. കാരണം ഈ വണ്ടിയിൽ, പ്രധാനമന്ത്രിക്കൊപ്പമുള്ള വണ്ടിയിൽ കയറാൻ 3 പേർക്കായിരുന്നു പ്രധാനമായിട്ടും അനുമതി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതൊന്ന് പാലക്കാടത്തെ സ്ഥാനാർത്ഥി, മറ്റൊന്ന് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി, മറ്റൊന്ന് മലപ്പുറത്തെ സ്ഥാനാർത്ഥി. ഇങ്ങനെ ഈ 3 സ്ഥാനാർത്ഥികളെ കയറ്റാൻ വേണ്ടിയായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ നരേന്ദ്രമോദി വരികയും പ്രധാനമന്ത്രി വരികയും റോഡ് ഷോ ആരംഭിക്കാൻ പോകാൻ തുടങ്ങുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ സ്ഥാനാർത്ഥികളുടെ പേര് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിളിക്കുകയും പിന്നീട് തന്റെ പേരില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് ഒരു വിവാദമാക്കേണ്ട സാഹചര്യം ഒന്നുമില്ല. കാരണം തന്നോട് ഇത്തരത്തിൽ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞ് ആരും തന്നെ ക്ഷണിച്ചിട്ടില്ല. താൻ പ്രധാനമന്ത്രിയെ കാണുകയും അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് ക്ഷണിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അതിനപ്പുറത്ത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള പരാതിയും ഇല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രിക്കൊപ്പം ആ വേദി പങ്കിടണമെന്ന്, അല്ലെങ്കിൽ ആ റോഡ് ഷോയിൽ പങ്കെടുക്കണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ആർക്കാണ് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കൊപ്പം ഒരു വേദി കിട്ടിയാൽ അത് നിരസിക്കുക? അതുകൊണ്ട് തന്നെ തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇത് വലിയ വിവാദമാവുകയും മാധ്യമങ്ങളിൽ ഇത് വാർത്ത വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ BJP-യുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുതിർന്ന നേതാക്കൾ പലരും അദ്ദേഹത്തെ വിളിക്കുകയും എന്താണ് ഈ വിവാദങ്ങൾക്ക് ആധാരമായിട്ടുള്ള സംഭവം എന്ന് അദ്ദേഹത്തോട് തിരക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഘട്ടത്തിലാണ് BJP-യുടെ
സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിവുമില്ല, തനിക്ക് ഒരു വിവാദത്തിന് താല്പര്യവുമില്ല, തനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പറയാനുമില്ല, കാരണം തന്റെ പേരുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ താനും പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്ത് താൻ ഒരു വിവാദങ്ങൾക്കും താൻ എന്തായാലും നേതൃത്വം നൽകിയിട്ടില്ല, ഇത് മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ഈ 3 സ്ഥാനാർത്ഥികളെ പരിഗണിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാളെ മാത്രം അത് ഒഴിവാക്കിയതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും അദ്ദേഹം തന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും എന്നാൽ മറ്റു വിവാദങ്ങൾക്കില്ല എന്നൊരു കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതാണ് പൊന്നാനി പാലക്കാട് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ട് മലപ്പുറത്തെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഇടം കിട്ടിയില്ല, അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ട് ലിസ്റ്റിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. ഇന്ന് സംഭവിച്ചതിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ശക്തി പരാമർശ വിവാദം തുടരുകയാണ്. വീണ്ടും വിമർശനവുമായി ഇന്ന് പ്രധാനമന്ത്രി എത്തി. ഹിന്ദുമത വിശ്വാസത്തിലെ ശക്തിക്കെതിരെയാണ് ഇന്ത്യ മുന്നണിയെന്ന് നരേന്ദ്രമോദി ആവർത്തിച്ചു. സനാതന ധർമ്മത്തെ തകർക്കുകയാണ് DMK കോൺഗ്രസ് ലക്ഷ്യം. സ്ത്രീ ശക്തിയെ അപമാനിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം. हिंदू धर्म में शक्ति का मतलब होता है मातृशक्ति, नारी शक्ति. कांग्रेस और DMK का इंडी अलायंस कह रहा है कि वो इसका विनाश करेंगे. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്കാണ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് നിർമ്മാണ സാമഗ്രികളുമായി എത്തിയ ടിപ്പർ ലോറിയിൽ നിന്ന് കല്ല് തെറിച്ചു വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. മുക്കോല സ്വദേശി അനന്തുവാണ് മരിച്ചത്. 4ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്നു അനന്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിഴിഞ്ഞം തുറമുഖത്തേക്ക് പ്രകടനം നടത്തി. അകത്ത് കടക്കാനുള്ള പ്രതിഷേധക്കാരുടെ ശ്രമം പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ദുർബല വകുപ്പുകളാണ് ചുമത്തിയതെന്ന ആക്ഷേപമുണ്ട്. സ്ഥിരമായി നിയമലംഘനത്തിന് നടപടി നേരിടുന്ന ടിപ്പറാണ് അപകടമുണ്ടാക്കിയത്. അമിത ഭാരം കയറ്റിയതിനടക്കം പിഴ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. MG പ്രതീഷും ഷഫീദ് റാവുത്തറും വിവരങ്ങളുമായി. ആദ്യം ഞാൻ പോകുന്നത് പ്രതീഷിലേക്കാണ്. പ്രതീഷ്, ഇതിൽ പ്രതിഷേധം എങ്ങനെയാണ്? അത് അവസാനിക്കുന്നുണ്ടോ? ഈ ഒരു യുവാവിന്റെ മരണമുണ്ടായെന്നതിനപ്പുറത്തേക്ക് ഇതിൽ FIR വളരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി എടുത്തിട്ടുണ്ട് എന്നൊക്കെ പ്രതിഷേധക്കാർ പറയുന്നുണ്ടല്ലോ. അത് പോലീസ് മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? അനുജ, BDS വിദ്യാർത്ഥി അനന്തുവിന്റെ മരണത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. കാരണം ഈ ഓവർലോഡ് കയറ്റിയുള്ള ടിപ്പർ ലോറിയുടെ യാത്ര നേരത്തെയും നാട്ടുകാരടക്കം പരാതികളായി ഉന്നയിച്ച കാര്യമാണ്. പക്ഷേ അധികൃതരാരും തന്നെ വേണ്ടത്ര നടപടി ഇക്കാര്യത്തിൽ എടുത്തില്ല എന്നതാണ് പ്രധാനമായും നാട്ടുകാർ ആരോപിക്കുന്ന കാര്യം. ഒരു മരണത്തിലേക്ക് കൂടി അത് എത്തി. അതാണ് വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയത്. അല്പസമയം മുമ്പാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഈ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാന കവാടം കടന്ന് അകത്തേക്ക് കയറിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ആദ്യഘട്ടത്തിൽ പോലീസുകാരൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ചുരുക്കം ചില സിവിൽ പോലീസ് ഓഫീസർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രവർത്തകർ അകത്ത് കയറിയതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം എത്തുകയും പ്രവർത്തകരെ പിന്നീട് പ്രധാന കവാടത്തിന് പുറത്തേക്ക് മാറ്റുകയും ചെയ്തത്. അവിടെ ഏറെ നേരം പ്രവർത്തകർ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചിരുന്നു. പിന്നീട് ഏറെ പണിപ്പെട്ടാണ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് നീക്കം ചെയ്തത്. ഈ സമയങ്ങളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളിയും ഉണ്ടായി. കയ്യാങ്കളിയിലേക്ക് പോലും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ സ്ഥിതി ശാന്തമാണ്. പ്രവർത്തകരെ എല്ലാം തന്നെ അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഈ പ്രധാനമായും ഈ നാട്ടുകാരും ഒപ്പം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അടക്കം പറയുന്ന കാര്യം, ഈ പലതവണ ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, അപ്പോഴും നടപടി എടുക്കുന്നില്ല. ഇന്ന് ഇത്തരത്തിലൊരു അപകടമുണ്ടായി അതൊരു മരണത്തിലേക്ക് കൂടി എത്തുമ്പോഴും ദുർബലമായ വകുപ്പുകളാണ് ഈ നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ഈ അശ്രദ്ധമായി വണ്ടി ഓടിക്കൽ തുടങ്ങിയതടക്കമുള്ള ദുർബലമായ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു മരണം കൂടി ഉണ്ടായ സാഹചര്യത്തിൽ ശക്തമായ വകുപ്പുകൾ ചുമത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രധാനമായും കുടുംബമടക്കം ആവശ്യപ്പെടുന്നത്. വളരെ ദാരുണമായ സംഭവമാണ് വിഴിഞ്ഞം മുക്കോലയിൽ ഇന്ന് ഉണ്ടായത്. രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. മുക്കോല ഭാഗത്ത് നിന്ന് പ്രധാനമായും ബന്ധുക്കൾ ആരോപിക്കുന്നത്, നാട്ടുകാർ ആരോപിക്കുന്നത് എന്താണ്? അതിലേക്ക് കൂടി പോകണം. ഷഫീദ് റാവുത്തർ ഉണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, തുടർച്ചയായി നിയമലംഘനം നടത്തുന്ന ഒരു ടിപ്പറാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ പോലും പലതവണ, ഒന്നിലേറെ തവണ, 5 തവണയോ മറ്റോ പിഴ ചുമത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ്. അവിടെ നിന്നാണ് ഇന്നിപ്പോൾ ഈ തരത്തിലേക്കൊരു സംഭവം ഉണ്ടാകുന്നതും ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതും. അത് വളരെ ഗുരുതരമായൊരു കാര്യമാണ്. ഇതിൽ എന്താണ് പോലീസ് പറയുന്നത്? എന്തുകൊണ്ടാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണത്തെ അവർ മുഖവിലേക്കെടുക്കാത്തത്?
അനുജ, രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന, അതായത് ഈ അപകടമുണ്ടായി അനന്തുവിന്റെ ജീവൻ നഷ്ടമാകുന്നതിന് മുൻപ് അനന്ത് ചികിത്സയിലിരിക്കുന്ന സമയം പോലീസ് എടുത്ത എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ദുർബലമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ അനന്തുവിന്റെ ജീവൻ എടുത്തത് നിയമലംഘനം സ്ഥിരമാക്കിയ ടിപ്പറാണ് എന്നുള്ളതാണ്. അതായത് 5 ദിവസം മുൻപും ടിപ്പറിന് ഗതാഗത വകുപ്പ് പിഴ ചുമത്തി. പിഴ ചുമത്തിയത് റോഡ് നിയമം പാലിക്കാത്തതിനാലാണ്. ഓവർലോഡിന് മുൻപും പിഴ ചുമത്തിയിരുന്നു. ഈ അപകടം ഉണ്ടായത് ഓവർലോഡ് കയറ്റിയത് മൂലമാണ്. അപ്പോൾ ആ ഓവർലോഡിന് മുൻപും പിഴ ചുമത്തി എന്നുള്ളതിന്റെ തെളിവടക്കം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 2023 ഓഗസ്റ്റ് 14 ഓവർലോഡിന് പോലീസ് പിഴ ചുമത്തിയത്. 2023 ഓഗസ്റ്റ് മാസം മാത്രം 5-ലധികം തവണ ഈ വാഹനത്തിന് ടിപ്പറിന് പിഴ ഈടാക്കിയിട്ടുണ്ട്. പോലീസും ഗതാഗത വകുപ്പും പിഴ ചുമത്തിയ വിവരങ്ങൾ ഇപ്പോൾ 24 ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി പിഴകൾ, അതായത് ഈ ഫൈൻ അടിസ്ഥാനത്തിൽ പോലീസും ഗതാഗത വകുപ്പും ചുമത്തിയ നിരവധി ഫൈനുകൾ അത് പെൻഡിങ്ങുമായി തുടരുന്നുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. അനുജ, അതാണ് അപ്പോൾ അത്തരത്തിലേക്കൊരു ഡ്രൈവറുടെ ഭാഗത്തു നിന്നാണ് വീണ്ടും തുടർച്ചയായി തന്നെ നിയമലംഘനം ഉണ്ടാകുന്നതും ഇന്നിപ്പോൾ ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പെടുന്നതും. അതിൽ എന്താണ് ഇനിയിപ്പോൾ അധികൃതർ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. ഇനി നമ്മൾ തിരിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. ബീഹാറിൽ സീറ്റ് വിഭജനത്തിന് പിന്നാലെ NDAയിൽ പ്രതിസന്ധി. സീറ്റ് ലഭിക്കാഞ്ഞതോടെ RLJP അധ്യക്ഷൻ പശുപതി കുമാർ പരസ് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചു. ചിരാഗ് പസ്വാന്റെ LJPക്ക് 5 സീറ്റുകൾ നൽകിയതും RLJPയുടെ അതൃപ്തിക്ക് കാരണമാണ്. ജാർഖണ്ഡിൽ JMM MLA സീതാ സോറൻ BJPയിൽ ചേർന്നു. മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ മരുമകളാണ് സീതാ സോറൻ. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാണ് പശുപതി പരസ്. കഴിഞ്ഞ ദിവസം തന്നെ അതൃപ്തിയുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം? അദ്ദേഹം ഇന്ത്യ മുന്നണിയിലേക്ക് എന്നുള്ളതാണോ? 5 MPമാരുള്ള ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നൽകാത്തതിൽ എന്താണ് BJPയുടെ ന്യായം? അനുജ, ഇന്നലെയാണ് ബീഹാറിൽ സീറ്റ് വിഭജനം പൂർത്തിയായത്. അതിന് പ്രകാരം BJP 17 സീറ്റിലും JDU 16 സീറ്റിലും ചിരാഗ് പസ്വാന്റെ LJP അത് 5 സീറ്റിലും HAM പാർട്ടി 1 സീറ്റിലും അങ്ങനെയാണ് ഈ വിഭജനം പൂർത്തിയായത്. പക്ഷേ ഇതിൽ RLJPക്ക് ഒരു സീറ്റ് പോലും നൽകിയില്ല. അതിൽ തുറന്ന അതൃപ്തി ഇന്നലെ തന്നെ ഈ RLJP രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്നുള്ള സൂചനകൾ പശുപതി കുമാർ പരാസും നൽകിയിരുന്നു. പക്ഷേ ഇതൊന്നും ഉൾക്കൊള്ളാതെയായിരുന്നു NDA മുന്നോട്ട് പോയത്. അതിലാണ് ഇന്ന് പ്രതിഷേധിച്ചുകൊണ്ട് ആ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് RLJP അധ്യക്ഷനായിട്ടുള്ള പശുപതി കുമാർ പരാസ് മന്ത്രിസ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും NDAയുടെ സീറ്റ് വിഭജനം അത് ഇന്നലെ പൂർത്തിയാകുമ്പോൾ RLJP തുറന്ന അതിർത്തിയുമായാണ് ഇപ്പോൾ രംഗത്തുള്ളത്. മറ്റൊരു കാര്യം എന്നുള്ളത്, ജാർഖണ്ഡിൽ JMMന് തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തപ്പോൾ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. സീതാ സോറൻ ഇന്ന് ഉച്ചയോടുകൂടി BJPയിൽ ചേർന്നിരിക്കുന്നു. നേരത്തെ പല അന്വേഷണങ്ങൾ നേരിട്ട ഒരാൾ കൂടിയാണ് സീതാ സോറൻ. സീതാ സോറന്റെ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഈ രാഷ്ട്രീയക്കാരുടെ അഴിമതി, അതിൽ ഈ പരിരക്ഷ ലഭിക്കില്ല എന്നതടക്ക നിരീക്ഷണത്തിലേക്ക് പഴയ 5-അംഗ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ ആ സീതാ സോറനാണ് ഇപ്പോൾ BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. JMMനെ സംബന്ധിച്ച ഒരു തിരിച്ചടിക്ക് കൂടി, സംസ്ഥാനത്ത് തിരിച്ചടിക്ക് കൂടി കാരണമാകുന്ന ഒന്നാണ്. മറ്റൊന്ന് BJPയുടെ 3ാം-ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ്. അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അത് പ്രഖ്യാപിക്കുമ്പോൾ ദക്ഷിണ ഇന്ത്യയിലെ സ്ഥാനാർത്ഥികളായിരിക്കും. ഇപ്പോൾ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ ആ 3ാം-ഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള വിവരങ്ങളാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ 4 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനങ്ങൾ കൂടി. ബീഹാറിൽ NDAക്ക് തിരിച്ചടി, ജാർഖണ്ഡിൽ JMMന് തിരിച്ചടി, അങ്ങനെ അതിന്റെയൊക്കെ വിശദാംശങ്ങളാണ് അച്യുതൻ നൽകിയത്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. വ്യാപാരാന്ത്യത്തിലും കരകയറാതെ വിപണികൾ. സെൻസെക്സ് 736 പോയിന്റ് ഇടിഞ്ഞു. നിഫ്റ്റി 21,850 താഴെ. റിയൽറ്റി പ്രതിസന്ധിയിൽ ചൈനീസ് ഓഹരി വില ഇടിഞ്ഞു. HCL ടെക്, നെസ്ലെ ഓഹരികൾ 3% താഴ്ന്നു. നാളെ വരാനിരിക്കുന്ന ഫെഡറൽ റിസർവ് പലിശ നിരക്ക് പ്രഖ്യാപനം ഉറ്റുനോക്കി നിക്ഷേപകർ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞു. H-1B വിസ രജിസ്ട്രേഷനുള്ള അവസാന തീയതി ഈ മാസം 22. രജിസ്ട്രേഷൻ പ്രക്രിയയ്ക്കായി പൂർണ്ണമായും ഓൺലൈൻ സംവിധാനം അവതരിപ്പിച്ച് USCIS. വിസ അപേക്ഷയ്ക്കുള്ള പേപ്പർ വർക്കും അനുബന്ധ ചെലവുകളും കുറഞ്ഞെന്നും തത്സമയ ട്രാക്കിംഗ് ലഭ്യമെന്നും അപേക്ഷകർ. അടുത്ത മാസം 1 മുതൽ H-1B വിസയ്ക്കുള്ള രജിസ്ട്രേഷൻ ഫീസ് $10 നിന്ന് $215 ഉയരും.
ലോകത്തിന്റെ AI ഫാക്ടറിയാകാനുള്ള അവസരം ഇന്ത്യക്കുണ്ടെന്ന് NVIDIA എക്സിക്യൂട്ടീവ്. AI വികസനം സമ്പദ്വ്യവസ്ഥയിലേക്ക് $1 ട്രില്യൺ കൂട്ടിച്ചേർക്കും. നിലവിൽ AI ഗവേഷണത്തിന്റെ 2% മാത്രമാണ് ഇന്ത്യ സംഭാവന ചെയ്യുന്നതെന്നും സ്റ്റാർട്ടപ്പ് മഹാകുംഭിൽ NVIDIA എക്സിക്യൂട്ടീവ് വിശാൽ ധുപാർ. അടുത്ത 6 മാസത്തിൽ ആഭ്യന്തര FMCG മേഖലയിൽ മാന്ദ്യമുണ്ടാകുമെന്ന RBI പ്രവചനം. പ്രീമിയം ഉപഭോക്തൃ ബിസിനസ്സുകൾക്ക് ആവശ്യക്കാർ കൂടുമെന്നും RBI. രാജ്യാന്തര സാമ്പത്തിക അസ്ഥിരതകൾക്കിടയിലും വളർച്ചാപാതയിലെ ലോഞ്ചിംഗ് പാടായി ഇന്ത്യ മാറുമെന്ന് RBI സ്റ്റേറ്റ് ഓഫ് ദ ഇക്കോണമി റിപ്പോർട്ട്. 3 ദിവസത്തെ വാരാന്ത്യ അവധി റദ്ദാക്കി ആദായ നികുതി വകുപ്പ്. നികുതിദായകർക്ക് സൗകര്യമൊരുക്കാനായി മാസം 29 മുതൽ 31 വരെ പ്രവർത്തിക്കും. അപ്ഡേറ്റ് ചെയ്ത ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ഈ മാസം 31. ഇന്ന് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു തകർച്ചയിലാണ് വിപണികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. ദേശീയ ഓഹരി വിപണി നോക്കുകയാണെങ്കിൽ ഒരു തിരുത്തലിന്റെ പാതയിലാണ്. 21,817 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 238 പോയിന്റ് താഴ്ന്നാണ് ഇന്ന് ദേശീയ ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബാങ്കിംഗ്, ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടർ മുഴുവൻ ഇന്ന് റെഡിലാണ് കാണപ്പെടുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടിവ് വലുതായിരുന്നു. 736 പോയിന്റ് താഴ്ന്ന് 72,012 എന്ന നിലയിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡോളർ രൂപ വിനിമയ നിരക്ക് നോക്കിയാലും രൂപയുടെ മൂല്യം ഇടിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ രൂപ നേട്ടത്തിലായിരുന്നു. ഒരു ഡോളറിനെതിരെ 82 രൂപ 80 പൈസ എന്ന നിലയിലാണ് ഈ തുടക്കത്തിൽ വ്യാപാരം നടന്നത്. പിന്നീട് അത് 82 രൂപ 85 പൈസയായി, 87 പൈസയായി, 90, 95, 97 ഒക്കെ ആകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് അത് 83 രൂപ 3 പൈസ എന്ന നിലയിലാണ് വ്യാപാരാന്ത്യത്തിൽ നിൽക്കുന്നത്. ഇന്ന് മാർക്കറ്റ് വിശകലനത്തിനായി ഒരു അതിഥിയുണ്ട്, ശ്രീ പോൾ തോമസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS ആണ്. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. ഇന്നിപ്പോൾ ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. ഫിലിപ്പ് ക്യാപിറ്റൽസ് പറയുന്നുണ്ട് ദേശീയ ഓഹരി വിപണിയിൽ ഒരു വലിയ കറക്ഷനുള്ള സമയമാണ്. അത് 6500 പോയിന്റിന്റെ കറക്ഷൻ എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു 16,500-ലൊക്കെ 3 ആഴ്ചയോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ അതിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു തിരുത്തലുണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ, അതായത് 22,500-ന്റെ അടുത്ത് നിഫ്റ്റി കഴിഞ്ഞ മുന്നത്തെ ആഴ്ച വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഒരു ഹൈയിലാണ്, മാർക്കറ്റിൽ ഒരു കറക്ഷൻ അടുത്ത ആഴ്ച എക്സ്പെക്ട് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ കഴിഞ്ഞ ആഴ്ച നമുക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെ ആ കറക്ഷൻ ആരംഭിച്ചു. അതിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 16,500 ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇലക്ഷന് മുമ്പ് ആയിട്ട് ഒരു ചെറിയൊരു കറക്ഷൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെയാണ്. അത് ചിലപ്പോൾ 1000 അല്ലെങ്കിൽ ചിലപ്പോൾ 2000 പോയിന്റിൻ്റെ ഒക്കെ കറക്ഷനുകൾ ഉണ്ടാകാം എന്ന് മാത്രം. പക്ഷേ അത് വിട്ടിട്ട് ഒരു വലിയ ഒരു സെല്ലിങ് അല്ലെങ്കിൽ ഒരു കറക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതനുസരിച്ച് പ്രതീക്ഷകൾക്കൊക്കെ വലിയ വ്യത്യാസങ്ങളൊക്കെ വരികയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു രീതി അനുസരിച്ച് അത്തരത്തിലുള്ളൊരു ഹെവി കറക്ഷനിലേക്ക് പോകേണ്ട കാര്യമില്ല മാർക്കറ്റിനെ സംബന്ധിച്ചോളം. മാർക്കറ്റിൻ്റെ മാർക്കറ്റിലെ കറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ കൂടുതലായി ഓവർ ബോട്ട് വന്നിട്ടുള്ള ചില പൊസിഷനുകൾ സ്ക്വയർ ഓഫ് ചെയ്ത് ഒരു നോർമൽസിയിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രക്രിയയാണ് സത്യം പറഞ്ഞാൽ കറക്ഷൻ വരുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തിരുത്തലുകൾ മാർക്കറ്റിന് ആവശ്യമാണ്. തിരുത്തലുകൾ കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് തിരിച്ചു കയറും. അതുകൊണ്ട് തന്നെ ഈ തിരുത്തൽ മാർക്കറ്റിൻ്റെ ഒരു നല്ല ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് സ്റ്റോക്ക് ബ്രോക്കിങ്ങിലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ട് മാർക്കറ്റ് താഴാനുണ്ടായിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന് TCSൻ്റെ ഷെയർ ടാറ്റ സൺസ് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഏകദേശം 23.4 മില്യൺ ഷെയർസാണ് അവർ സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ട് TCS 4% താണു. IT സെക്ടറിൽ മൊത്തം നല്ല സെല്ലിംഗ് ആയിരുന്നു. ഇന്ന് ഏകദേശം 1.9% IT ഇൻഡെക്സ് താഴെ പോയി. അതുമാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി സുപ്രീം കോടതിയിലെ ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതും പ്രധാനമായിട്ട് ഇന്ന് മാർക്കറ്റിന് ഒരു ട്രെൻഡ് വരാനുണ്ടായിട്ടുള്ള കാരണമുണ്ട്. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തപ്പം ഈ ഒരു മാർക്കറ്റിൽ കറക്ഷൻ വന്നു. ഈ കറക്ഷൻ എന്നുവരെ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും മാർക്കറ്റിലെ ഒരു സെല്ലിംഗ് ലെവലിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. എന്തായാലും മനുഷ്യജീവിതത്തിൽ തിരുത്തലുകൾ നല്ലതാണെന്ന് പറയുന്നത് പോലെ തന്നെ മാർക്കറ്റിലും ഈ തിരുത്തൽ നല്ലതാണ് എന്ന പ്രത്യാശയോടെ മാർക്കറ്റ് വ്യൂയോടെ പൂർണ്ണമാവുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സംഭവിച്ചത് തുടരും. നമസ്കാരം. തിരികെ
ഇന്ന് സംഭവിച്ചതിലേക്ക് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത മഹാവികാസ് അഘാഡി സഖ്യ ചർച്ചകൾക്ക് തിരിച്ചടി എന്നുള്ളതാണ്. സഖ്യത്തിനില്ല എന്ന് വഞ്ചിത് ബഹുജൻ അഘാഡി അറിയിച്ചിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെക്ക് പ്രകാശ് അംബേദ്കർ കത്തയച്ചു. 7 സീറ്റിൽ കോൺഗ്രസിനെ പക്ഷെ പിന്തുണയ്ക്കാം എന്നൊരു തീരുമാനം കൂടി അവർ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ അവർ പറയുന്നത് NCPയും ശിവസേനയും കേൾക്കുന്നില്ല തങ്ങളെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പിന്തുണയ്ക്കാമെന്ന് അവർ തീരുമാനം കൈക്കൊള്ളുന്നു. ഏതൊക്കെ സീറ്റുകൾ എന്നത് കോൺഗ്രസിന് തീരുമാനിക്കാമെന്ന് പറയുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത NDA രാജ് താക്കറെയെ MNSനെ കൂടെ കൂട്ടാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് അത്. രാജ് താക്കറെ അമിത് ഷായുമാക്കിയുള്ള കൂടിക്കാഴ്ചകൾ ഈ സമയത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി ഇപ്പോൾ കിട്ടിയതുമായി സുഹൈൽ മുഹമ്മദ്. നമസ്കാരം.